ഓസ്ട്രേലിയക്ക് ഇനി നാട്ടിലേക്ക് മടങ്ങാം. സെമി ഫൈനലിൽ ഇന്ത്യയോട് തോറ്റ് പുറത്തായി. ഇന്ത്യ കൃത്യമായിട്ട് പ്രതികാരം വീട്ടി. കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഇന്ത്യൻ ടീമിനെ ഫൈനലിലാണ് ഓസീസ് തോൽപ്പിച്ചത്. അതിന് പകരമായിട്ട് ഇന്ത്യ സെമി ഫൈനലിൽ ഓസീസിനെ തോൽപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് ഓസ്ട്രേലിയ കളി തോറ്റ ശേഷം അവരുടെ സൂപ്പർ താരം ഹെഡ് പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ഇന്ത്യ കളി ജയിക്കാൻ കാരണം അത് വിരാട് കോഹ്ലിയാണ്. 84 റൺസാണ് കോഹ്ലി ഒറ്റയ്ക്ക് നിന്ന് അടിച്ചുകൂട്ടിയത്. ഇന്ന് ഓസ്ട്രേലിയ കളി തോറ്റ ശേഷം ട്രേവിസ് ഹെഡ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്കിത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഞങ്ങൾ ഇന്ന് ജയിക്കുമെന്നാണ് ഞാൻ കരുതിയത്. ഞങ്ങൾക്ക് പണി കിട്ടിയത് ബാറ്റിങ്ങിലാണ്. ഇന്ത്യക്കെതിരെ കളിക്കുമ്പോൾ 350 റൺസെങ്കിലും നേടണമായിരുന്നു. ഞങ്ങൾക്കതിന് സാധിച്ചില്ല. ദുബായ് പിച്ചിൽ കളിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. ഇന്ത്യയുടെ ബൗളേഴ്സിനാണ് അവിടെ കൂടുതൽ മേൽക്കൈ. അതെന്താണെന്ന് ഞങ്ങൾക്ക് വ്യക്തമല്ല. ഞങ്ങൾ പാകിസ്ഥാൻ പിച്ചിൽ കളിച്ചിട്ടാണ് വരുന്നത്. അതിന്റെ ചില പ്രശ്നങ്ങൾ ഞങ്ങൾക്കുണ്ട്. അല്ലാതെ ഇത് ഇന്ത്യൻ ടീമിന്റെ കഴിവല്ല. ICC ഇന്ത്യക്ക് മാത്രം പ്രത്യേക ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് ശരിയല്ല. ഞങ്ങൾ ഇന്ന് ബൗളിങ്ങിൽ കളി തിരിച്ചു പിടിക്കുമെന്ന് ഞാൻ കരുതി. പക്ഷെ അവസാനം പാണ്ഡ്യയാണ് ഞങ്ങൾക്ക് പണി തന്നത്. സെമിയിൽ ഞങ്ങളിപ്പോൾ തോറ്റു പുറത്തായിരിക്കുകയാണ്. അതിൽ ഞങ്ങൾക്ക് നിരാശയുണ്ട്. എങ്കിലും ഞങ്ങൾ അടുത്ത ടൂർണമെന്റുകളിൽ മികച്ച കളി കാഴ്ചവെക്കുമെന്ന് ട്രേവിസ് ഹെഡ് വ്യക്തമാക്കി. ഓസ്ട്രേലിയ പോലും ഒരു നിമിഷം പേടിച്ചിരിക്കുകയാണ്. അതുപോലത്തെ ബൗളിംഗ് ആണ് ഇന്ന് ഇന്ത്യ കാഴ്ചവെച്ചത്. ഇന്ത്യ കളി വിട്ടുകൊടുക്കാൻ ഒരുക്കമല്ലായിരുന്നു. ഇന്ത്യയുടെ ബൗളിങ്ങിന് മുന്നിൽ ഓസീസ് മുട്ടുമടക്കി. ഓസ്ട്രേലിയ 264 റൺസിൽ ഓൾ ഔട്ടായി. ഇന്നത്തെ കളിയിലെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് കോഹ്ലിക്കാണ്. കോഹ്ലി ഇന്ന് അടിച്ചു കളിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ കളി തോറ്റേനെ. മധ്യനിരയിൽ ഇന്ത്യൻ ടീമിനെ താങ്ങി നിർത്തിയത് വിരാട് കോഹ്ലി തന്നെയാണ്. കോഹ്ലി ഫൈനലിലും ഇതേ കളി ആവർത്തിച്ചാൽ ഉറപ്പായിട്ടും ഇപ്രാവശ്യത്തെ ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യ സ്വന്തമാക്കും. അപ്പോൾ നമുക്ക് ഫൈനലിന് വേണ്ടി കാത്തിരിക്കാം. ഫൈനലിൽ ഏത് ടീം വന്നാലും ഇന്ത്യ അവരെ തോൽപ്പിക്കുമെന്നത് ഉറപ്പാണ്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.